നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP ധർണ. കെടുകാര്യസ്ഥത ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അംഗനവാടികൾ ഉൾപ്പെടെ സ്വജനപക്ഷപാതമാണെന്ന് BJP. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരായ ആക്രമണം. ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. നിർമ്മാണം നടക്കുന്ന ഓടയ്ക്ക് മേൽമൂടികളില്ല. അപകടക്കെണിയായി അഞ്ചൽ ജംഗ്ഷൻ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനട യാത്രക്കാർ ഓടയിൽ വീഴുന്നത് പതിവ് കാഴ്ച. വിശദമായ വാർത്തകളിലേക്ക്. പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകർ ധർണ നടത്തി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 3ാം വാർഷികം ആഘോഷിക്കുമ്പോഴും കെടുകാര്യസ്ഥത ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അംഗനവാടികൾ ഉൾപ്പെടെ സ്വജനപക്ഷപാതമാണെന്ന് BJP ആരോപിച്ചു. BJP പെരിനാട് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് പെരിനാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. വാർഡുകളിൽ ഉചിതമായ ഫണ്ടുകൾ നൽകണമെന്നാവശ്യപ്പെട്ടും അംഗനവാടി ഹെൽപ്പർ വർക്കർ നിയമനങ്ങളിൽ പാർട്ടിക്കാരെ അനധികൃതമായി തിരികെ കയറ്റുന്നതിൽ പ്രതിഷേധിച്ചും ജനജീവൻ പദ്ധതി അട്ടിമറിക്കുന്നെന്നും ആരോപിച്ചായിരുന്നു BJPയുടെ പ്രതിഷേധം. വിവാഹേതര ചടങ്ങുകൾക്കും മറ്റും യൂസർ ഫീ എന്ന മറവിൽ ക്രമാതീതമായി പൊതുജനങ്ങളിൽ നിന്ന് പണം ഈടാക്കുന്നുവെന്നും BJP ആരോപിച്ചു. പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് ധർണ സംഘടിപ്പിച്ചത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 12 വയസ്സുള്ള കൊച്ചിയിലെ കൊച്ചു ചെറുക്കൻ ഫോൺ വിളിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു ചോദിക്കുന്നത് അവനുണ്ടോ എന്നാണ്. അതായത് പിണറായി വിജയൻ ഉണ്ടോ എന്ന് 12 വയസ്സുള്ള കൊച്ചു കുഞ്ഞ് ചോദിക്കുന്നു. കൊച്ചു കുഞ്ഞിനും കണ്ടൂടാ, 80 വയസ്സുള്ള മറിയക്കുട്ടിക്കും കണ്ടൂടാ. ഈ മാടൻ മറുത, രക്ഷരക്ഷസ്, ചാമുണ്ടി, കരിച്ചാമുണ്ടി, തീച്ചാമുണ്ടി ഇവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ചില ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ കേരളീയ ജീവിതത്തിലുണ്ട്. ആ ക്ഷേത്രങ്ങളിലേക്ക് ആ മൂർത്തികളെ കാണാൻ പോകുമ്പോൾ ചില പ്രത്യേക സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടു പോകും. കരിവള കൊണ്ടുപോകും, പട്ടു കൊണ്ടുപോകും, അതുപോലെ വളപ്പൊടിയിട്ട കരിക്ക് കൊണ്ടുപോകും, പട്ടും വളയും കൊണ്ടുപോയി കൊടുക്കും. പക്ഷേ ഈ തമ്പ്രാനെ കാണാൻ പോകുമ്പോ മറിയക്കുട്ടി കൊണ്ടുപോകുന്നത് കറുത്ത അടിപ്പാവാടയാണ്. BJP പെരിനാട് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഇടവട്ടം വിനോദ, വെള്ളിമൺ ദിലീപ്, അനിക്കുട്ടൻ, R രതീഷ്, മടത്തിൽ സുനിൽ, ആദർശ, ശ്രുതി, രമ്യ, വിജയലക്ഷ്മി, സ്വപ്ന, സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊല്ലം പോരുവഴി ഗവൺമെന്റ് ITI തെരഞ്ഞെടുപ്പിന്റെ സംഘർഷം. SFI KSU പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. വോട്ടെണ്ണലിനെ ചൊല്ലിയാണ് സംഘർഷം ഉണ്ടായത്. കൊല്ലം പോരുവഴി ഗവൺമെന്റ് ITIയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനിടെയാണ് SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. 6 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിൽ വിജയിച്ച SFIക്ക് 1 വോട്ടിന്റെ നഷ്ടത്തിൽ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ 1 വോട്ട് അസാധുവാണെന്ന് പറഞ്ഞ് റിട്ടേണിംഗ് ഓഫീസർ മാറ്റിവെച്ചതാണ് തർക്കത്തിനിടയായത്. ഇതോടെ റീകൗണ്ടിംഗ് വേണമെന്നാവശ്യപ്പെട്ട് SFI രംഗത്ത് വന്നു. ഇത് അംഗീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. ഇതിനെ ചോദ്യം ചെയ്ത് SFI രംഗത്തെത്തിയോടെയാണ് KSU പ്രവർത്തകരും രംഗത്തെത്തിയത്. തുടർന്ന് KSU SFI സംഘർഷമായി മാറി. സമയോചിതമായ പോലീസിന്റെ ഇടപെടലാണ് വലിയ പ്രശ്നത്തിലേക്ക് കടക്കാതെ രംഗം ശാന്തമാക്കാൻ സഹായകമായത്. കഴിഞ്ഞ കാലങ്ങളിൽ SFI ആണ് എല്ലാ സീറ്റിലും വിജയിച്ചിരുന്നത്. SFIക്ക് 5 സീറ്റ് ലഭിച്ചെങ്കിലും ചെയർമാൻ സ്ഥാനം 1 വോട്ടിന് നഷ്ടപ്പെട്ടത് വലിയ തിരിച്ചടിയായി. വിജയിച്ചവർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കളഞ്ഞു കിട്ടിയ 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ കരിന്തോട്ടുവ സ്വദേശി പോലീസിന് കൈമാറി. മോഷണം പോയ സ്വർണ്ണമാണ് വഴിയിൽ കളഞ്ഞതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞത്. സ്വർണത്തിന്റെ അവകാശിക്ക് ആഭരണങ്ങൾ പോലീസ് കൈമാറി. ശാസ്താംകോട്ട കരിന്തോട്ടുവ മുളയ്ക്കലരികത്ത് വീട്ടിൽ സുരേന്ദ്രൻ പിള്ളയ്ക്കാണ് കൊട്ടാരക്കര സിനിമാ പറമ്പിലെ പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് ഒരു കൂട്ടം സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ചത്. കൽപ്പണിക്കാരനായ ഇദ്ദേഹം സ്കൂട്ടറിൽ ഇന്ധനം നിറയ്ക്കാൻ കയറവെയാണ് സ്വർണം കണ്ടത്. മുക്കുപണ്ടമാണോ എന്ന് സംശയിച്ച സുരേന്ദ്രൻ പിള്ള അവ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി നോക്കി. സ്വർണമാണെന്ന് മനസ്സിലായതോടെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു.
പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പരിശോധനകൾക്ക് ശേഷം ആഭരണങ്ങൾ ഏറ്റുവാങ്ങി. 2 ദിവസം മുമ്പ് സ്വർണ്ണാഭരണം മോഷണം പോയത് സംബന്ധിച്ച് നെടിയവിള സ്വദേശിയായ അർച്ചന ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സ്വർണം അവരുടേതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് കൈമാറിയത്. സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് പോലീസ് സംഘം സുരക്ഷാ ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. മോഷ്ടിച്ച സ്വർണം പാതയോരത്ത് ഉപേക്ഷിച്ചതോ കളഞ്ഞുപോയതോ ആകാമെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് K. ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ നടത്തി കൊടുക്കുന്ന വൻപിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച്. ഓച്ചിറ, ക്ലാപ്പന, ആലപ്പാട്, KS പുരം, ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. നവകേരള ബസിന് കരിങ്കൊടി കാണിക്കുകയും ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി പോലീസും DYFI പ്രവർത്തകരും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് K. ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാർ അടിച്ചു മാറ്റിയതുകൊണ്ട് ഇന്ന് ഈ മേഖലകളിലൊക്കെ തൊഴിലാളികൾ അവരുടെ വിയർപ്പിന്റെ പണം കൊണ്ട് കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത ക്ഷേമനിധി ബോർഡുകളിലെ ഫണ്ടുകൾ ഇല്ലാതായതുകൊണ്ട് അവർക്ക് ചികിത്സാ സഹായം ലഭിക്കുന്നില്ല, കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം ലഭിക്കുന്നില്ല, അവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നു പോകുമ്പോൾ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അൻസാറി മലബാർ അധ്യക്ഷത വഹിച്ചു. തൊടിയൂർ രാമചന്ദ്രൻ, BS വിനോദ, നേരികുളം സദാനന്ദൻ, KM നൌഷാദ്, KN പത്മനാഭപിള്ള, ഷിബു പഴനിക്കുട്ടി, ശ്രീകുമാർ, ബിജു ക്ലാപ്പന, മുനമ്പത്ത് വഹാബ്, G. ലീലാകൃഷ്ണൻ, മീര സജി, RS കിരൺ, ഇർഷാദ് ബഷീർ, അസ്ലാം ആദിനാട്, KS പുരം സുധീർ, ഷീബ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പേരയം ഗ്രാമപഞ്ചായത്തിൽ സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കം. ഗ്രാമപഞ്ചായത്ത്, NSS, ശുചിത്വ മിഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പൊതു ഇടങ്ങൾ വൃത്തിയാക്കി പൊതുജനങ്ങൾക്കായി നൽകുക എന്നതാണ് ലക്ഷ്യം. പേരയം ഗ്രാമപഞ്ചായത്തും ശുചിത്വ മിഷനും NSS കോളേജ്, NSS സ്കീം വോളണ്ടിയർമാരും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം. പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ചിത്രരചനയ്ക്ക് തുടക്കമിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാലിന്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്ന പൊതുയിടങ്ങൾ വൃത്തിയാക്കി പൊതുജനങ്ങൾക്കായി ഒരുക്കി കൊടുക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓണമ്പലം ലാൻഡിംഗ് സെന്റർ പ്രദേശം NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ, അംഗങ്ങളായ ബിനോയ് ജോർജ്, വിനോദ് പാപ്പച്ചൻ, സുരേഷ്, VOമാരായ സുമേഷ്, നവീൻ, അശ്വതി, ഗംഗപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ INTUC ജില്ലാ നേതൃസംഗമം നടത്തി. ID കാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. ആരംഭ കാലഘട്ടം എന്ന് പറയുന്ന കോവിഡിന്റെ സമയത്ത് അതിനെ കോവിഡ് വരുന്നവർക്ക് ചികിത്സിക്കാൻ എന്ത് മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടർമാർക്കറിയില്ല. വരാതെ പ്രതിരോധ മരുന്ന് അല്ലെങ്കിൽ അങ്ങനെ പ്രതിരോധ കുത്തിവയ്പ്പ് ഒന്നും കണ്ടുപിടിച്ചു. വന്നാൽ അനുഭവിക്കുക അല്ലാതെ. KRAA അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അയത്തിൽ നിസാമിന്റെ അധ്യക്ഷതയിലാണ് നേതൃസംഗമവും ID കാർഡ് വിതരണവും നടന്നത്. DCC ജനറൽ സെക്രട്ടറിയും INTUC ജില്ലാ ട്രഷററുമായ അൻസാർ അസീസ് മുഖ്യ പ്രഭാഷണം നടത്തി. വളരെ മനോഹരമായ പ്രകടനം ഈ പട്ടണത്തിൽ നടത്തി INTUCയുടെ ശക്തി തെളിയിക്കുവാൻ കഴിയും. 29-30 തീയതിയിൽ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുന്നു. നമ്മുടെ സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ജില്ലയിൽ INTUCക്ക്, ഈ സംസ്ഥാനത്ത് INTUCക്ക് പ്രത്യേകമായ അഭിപ്രായവും സ്വാതന്ത്ര്യവും പ്രവർത്തന രീതി മുന്നോട്ട് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് ഷാനൂർ, അഡ്വക്കേറ്റ് ഉളിയക്കോവിൽ സന്തോഷ്, സംസ്ഥാന സെക്രട്ടറി ഷൺമുഖൻ സുന്ദർ, വർക്കിംഗ് പ്രസിഡന്റ് മനക്കര സെയിൻ, ചെയർമാൻ ഗോപകുമാർ കൊട്ടിയം, ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാർ ചിതറ, വൈസ് പ്രസിഡന്റുമാരായ സജീവ് താഴത്തിവിള, രാജേഷ്, സെക്രട്ടറിമാരായ സജി തഴുത്തല, നിസാർ പള്ളിമുക്ക്, നസീർ പള്ളിത്തോട്ടം, അജി കരുനാഗപ്പള്ളി, ഷാഹിദ ചവറ, ഗ്രേസി കൊല്ലം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. രാഷ്ട്രീയ രംഗത്ത് നിലപാടുകളിൽ ഉറച്ചുനിന്ന പൊതുപ്രവർത്തകനായിരുന്നു PT തോമസ് എന്ന് AICC അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. കോൺഗ്രസ് നേതാവായിരുന്ന PT തോമസിന്റെ 2ാമത് ചരമവാർഷികം കൊല്ലം DCCയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിന്ദു കൃഷ്ണ. ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി.
DCC വൈസ് പ്രസിഡന്റ് എസ് വിപിനചന്ദ്രന്റെ അധ്യക്ഷതയിലാണ് PT തോമസ് അനുസ്മരണം നടന്നത്. അഡ്വക്കേറ്റ് P ജെർമിയാസ്, സൂരജ് രവി, N ഉണ്ണികൃഷ്ണൻ, S ശ്രീകുമാർ, G ജയപ്രകാശ്, MM സഞ്ജീവ് കുമാർ, ആദിക്കാട് മധു, ആനന്ദ് ബ്രഹ്മാനന്ദ്, മാത്യൂസ്, വാര്യത്ത് മോഹൻകുമാർ, ഷിഹാബുദ്ദീൻ കൂട്ടിക്കട, അഷറഫ് വടക്കേവിള, ഉപേന്ദ്രൻ മങ്ങാട്, സിന്ധു പട്ടത്താനം, രഞ്ജിത്ത് കലിംഗമുഖം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. തിരക്കേറിയ വീതിയുടെ ഓരത്ത് ഓട നിർമ്മാണം നടക്കുന്ന ഓടയ്ക്ക് മേൽമൂടികൾ ഇടാത്തത് അപകടങ്ങൾക്കിടയാകുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനട യാത്രക്കാർ ഓടയിൽ വീഴുന്നത് പതിവ് കാഴ്ചയാവുകയാണ്. അഞ്ചലിലാണ് ഓട അപകടക്കെണിയാകുന്നത്. ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വന്ന് വീണു. വീണിട്ട് പോയി അവിടെ പോയി ഡ്രസ്സും ചെയ്തിട്ട് വന്ന് കുട്ടി നെഞ്ചരിച്ച് പഞ്ഞിയും തുണിയും കൂടെ തന്നു. അയാളുള്ള മോള് വീണു. ഇന്നലെ 2 പേരും വീണു. കാൽനട യാത്രക്കാർ ഓടയിൽ വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ടൗണിലെ റോഡ് നിർമ്മാണവും ഓട നിർമ്മാണവും ഒച്ചിഴയും വേഗത്തിലാണ് നടക്കുന്നത്. ടൗണിലെ നിർമ്മാണ പ്രവർത്തനം വേഗം തീർത്ത് വ്യാപാരികളുടെയും അഞ്ചൽ ടൗണിലെത്തുന്ന ജനങ്ങളുടെയും ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ആളുകൾ ഓട്ടോയിൽ വരുന്നത് മൂലം അഞ്ചലിലെത്തുന്ന നിരവധി പേർക്കാണ് പരിക്കേറ്റത്. അഞ്ചൽ ടൗണിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് 1 വർഷം പിന്നിടുകയാണ്. നിർമ്മാണം ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. ടൗണിലെ റോഡിന്റെയും ഓടയുടെയും നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുത്തില്ലെങ്കിൽ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 8 മണി വരെ ഇവിടെ പണിയെടുക്കുന്നതാണ്. ഇതുവരെ ഇതിനകത്ത് ഒരാൾ വീഴുന്നത് ഞങ്ങളുടെ മോബാവിൽ കണ്ടിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ഹൈസ്കൂളിൽ മില്ലറ്റ് ദിനാചരണം സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തോടനുബന്ധിച്ചാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് N ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് രാജ്യാന്തര മില്ലറ്റ് വർഷത്തോടനുബന്ധിച്ച മില്ലറ്റ് ദിനാചരണവും ചെറുധാന്യങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചത്. ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ നിർവഹിച്ചു. ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും നടത്തി. മില്ലറ്റ് കൊണ്ടുള്ള പ്രയോജനങ്ങളുടെ ചാർട്ടുകളും പ്രദർശിപ്പിച്ചു. സ്കൂൾ മാനേജർ M സജീവ് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക V പ്രതിഭകുമാരി, JRC കോർഡിനേറ്റർ ശ്രീജയ, ട്രസ്റ്റ് സെക്രട്ടറി CP പ്രദീപ, കൃഷി ഓഫീസർ അനുഷ്മ, കൃഷി അസിസ്റ്റന്റ് ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു. JRC വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചെറുധാന്യങ്ങളുടെ പ്രദർശനവും ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പോരുവഴി മാർ ബെസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാളിന് ശനിയാഴ്ച കൊടിയേറും. ഭാരവാഹികൾ ശാസ്താംകോട്ടയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 1 പെരുന്നാൾ സമാപിക്കും. പോരുവഴി മാർ ബെസോലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാളിന് വെള്ളിയാഴ്ച കൊടിയേറും. ജനുവരി 1 സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ 7 മൂന്നിമേൽ കുർബാനയിൽ സുൽത്താൻ ബത്തേരി ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് കാർമ്മികത്വം വഹിക്കും. ബർണബാസ് മെത്രാപ്പോലീത്ത പെരുന്നാളിന് കൊടിയേറ്റും. ജനന പെരുന്നാൾ, തീജ്വാല ശുശ്രൂഷ, കുർബാന തുടങ്ങിയവയും നടക്കും. കൺവെൻഷൻ, വചന ശുശ്രൂഷ, ധ്യാനം, ജീവകാരുണ്യ സഹായ വിതരണം, വെച്ചൂട്ട്, വയലിൻ ഫ്യൂഷൻ, ആകാശദീപ കാഴ്ച തുടങ്ങിയവയും നടക്കും. 29-ാം തീയതി വെള്ളിയാഴ്ച ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു ഒരുക്ക ധ്യാനം കൂടെ ക്രമീകരിച്ചിരിക്കുകയാണ്. അത് തേവലക്കര ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൂടെയാണ്. പ്രാർത്ഥനായോഗത്തിന്റെയും മർത്തമറിയ സമാജത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ബസേലിയസ് കോളേജിലെ പ്രൊഫസറായിരിക്കുന്ന ജോസിമോൾ TJ ആണെന്ന് ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. ശനിയാഴ്ച നമ്മുടെ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും വളർന്നു വരുന്ന തലമുറയ്ക്കും പുതിയ കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നവർക്കും എല്ലാ പ്രായത്തിലുമുള്ളവർക്കുമായിട്ട് ഒരു ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു പ്രത്യേക ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വിയാണ് ശനിയാഴ്ച ക്ലാസ് നേതൃത്വം നൽകുന്നത്. ജനുവരി 1 രാവിലെ 7 മൂന്നിമേൽ കുർബാനയിൽ കൊല്ലം ഭദ്രസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് കാർമ്മികത്വം വഹിക്കും. 10 പ്രദക്ഷിണം, മെറിറ്റ് അവാർഡ് വിതരണം, കൊടിയിറക്ക്, സ്നേഹവിരുന്ന് എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരുന്നാളിന്റെ പരിപാടികളോടനുബന്ധിച്ച് വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ ഒരു ചാരിറ്റി പ്രവർത്തനം ക്രമീകരിക്കുന്നുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ഉള്ളതാണ്. അങ്ങനെ ഒരു നല്ല ഒരു ചാരിറ്റി
വിതരണവും 31-ാം തീയതി നടക്കുന്നുണ്ട്. വികാരി ഫാദർ സോളു കോശിരാജു, ട്രസ്റ്റി ജോബോയി ജോർജ്, സെക്രട്ടറി TP സാംസൺ, കൺവീനർ TP ജോൺസൺ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP ധർണ. കെടുകാര്യസ്ഥത ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അംഗനവാടികൾ ഉൾപ്പെടെ സ്വജനപക്ഷപാതമാണെന്ന് BJP. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരായ ആക്രമണം. ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. നിർമ്മാണം നടക്കുന്ന ഓടയ്ക്ക് മേൽമൂടികളില്ല. അപകടക്കെണിയായി അഞ്ചൽ ജംഗ്ഷൻ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനട യാത്രക്കാർ ഓടയിൽ വീഴുന്നത് പതിവ് കാഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 70250174